ഹായ് എവ്രി വൺ, നമുക്ക് സൂപ്പറാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ടു, അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ കൊച്ചുള്ളി ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കപ്പയുടെ കൂടെയൊക്കെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് കുറച്ച് തക്കാളി, അതേപോലെ കുരുമുളകും ഇനി ആഡ് ചെയ്യാനുണ്ട്. കുരുമുളക് ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിരുന്നിട്ട് ഞാൻ പറയാൻ പറ്റും. പിന്നെ കുറച്ച് 1.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കറക്കിക്കോളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുരുമുളക് അതും ഈ എണ്ണയിലും ചട്ടിയിലും കിടന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ഞാൻ ഈ കുരുമുളകിൻ്റെ കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടാൻ മറന്നു പോയതാണ്. അത് നിങ്ങൾ ആദ്യം ഇട്ടോളൂ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പുളിവെള്ളം, ഒരു പിടി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മളുടെ സ്റ്റെപ്സ്. ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ നന്നാക്കി വെച്ച കുഞ്ഞമത്തിയാണ് എനിക്ക് കിട്ടിയത്. മത്തീനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായി കുരുമുളക് ഇട്ട് വറ്റിച്ച നല്ല മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഈ ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ മത്തിക്കറി റെഡിയായിരിക്കുന്നു. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കും, അയ്യോ ഇന്ന് ചാളയാണോ വീട്ടിലുള്ളത് കറി വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ചാള എന്ന് പറഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലംസ് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളുടെ കാൽഷ്യം പ്രോബ്ലം ഉള്ളവർക്ക്, ഇല്ലെങ്കിൽ തേയ്മാനമുള്ളവർക്കൊക്കെ നല്ല കാര്യമാണ് നമ്മളിത് കഴിക്കും. ധാരാളമായി omega-3 ഫാറ്റി ആസിഡും ഈ മത്തിയിലുണ്ട്. ഒട്ടനവധി ഗുണങ്ങളല്ലേ നമ്മളെ മത്തിക്കുള്ളത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ നിങ്ങളെ ഫുഡിൽ മത്തി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക.